പെയ്തൊഴിയും നേരം. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ഉമ്മറത്തെ ഉരുളം തൂണിൽ ചുറ്റിപ്പിടിച്ച് മാളവികയായിരുന്നു. പടിപ്പുരയോളം വഴി തീർത്ത് വിടർന്നു നിൽക്കുന്ന ചെമ്പരത്തി ചെടികൾ, നിറയെ പൂവുമുണ്ട്. മുറ്റത്ത് അല്പം മുമ്പ് പെയ്തിറങ്ങിയ മഴയുടെ അവശേഷിപ്പ്, ചെമ്പരത്തി ചെടികളുടെ ഇലകളിലും വെള്ളത്തിന്റെ തിളക്കം. മുൻപൊക്കെ ബാംഗ്ലൂർ സിറ്റിയിലെ തിരക്കിനിടയിൽ ചുമ്മായിരിക്കാൻ ഏറെ കൊതിച്ചു പോയിട്ടുണ്ട്. ഇവിടുത്തെ ഈ തൂണിൽ സാരി വെക്കേഷൻ ആവാൻ കാത്തിരിക്കും കൊച്ചു കുട്ടികളെ പോലെ. അച്ഛൻ്റെ തറവാട്ടിലെ അച്ഛമ്മയുടെ മാളുവായി തീരാൻ, ചെറിയച്ഛൻ്റെ മാളൂസ് ആവാൻ, പിന്നെ തനിക്ക് മാത്രം സ്വന്തമാണെന്ന് മനസ്സിലുറപ്പിച്ചു പോയ ആ മുഖമൊന്ന് കാണാൻ. അന്നൊക്കെ അതും പറഞ്ഞുകൊണ്ട് അമ്മ തന്നെ എന്തോരം കളിയാക്കി ചിരിച്ചിട്ടുണ്ടെന്നോ. 18 കഴിഞ്ഞ പെണ്ണിന് 10 വയസ്സിൻ്റെ ആഗ്രഹങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ അതൊക്കെ മനസ്സിലൊരു വിങ്ങൽ മാത്രം പകർന്നു നൽകുന്നു. എത്ര പെട്ടെന്നാണ് സന്തോഷത്തിൻ്റെ കൊടുമുടിയിൽ നിന്നും സങ്കടത്തിൻ്റെ നിലയിൽ ആ കടലിലേക്ക് വീണുപോയത്. അച്ഛൻ രാധാകൃഷ്ണൻ ഡോക്ടറായിരുന്നു, അമ്മ ഗിരിജ ഡാൻസ് ടീച്ചറും. പിന്നെയുള്ള ഏട്ടൻ മഹേഷ് CA പഠിക്കാൻ അമേരിക്കയിൽ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മഹിയേട്ടൻ സന്തോഷം നിറഞ്ഞ കുടുംബം. ബാംഗ്ലൂർ സിറ്റിയിൽ അടിച്ചു പൊളിച്ച് നടന്നിരുന്ന മാളവിക കൃഷ്ണ. പക്ഷേ മനസ്സിൽ നാടും വീടും മറക്കാൻ അച്ഛൻ സമ്മതിച്ചു തന്നിട്ടില്ല. തനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ് അങ്ങോട്ട് മാറിയത്. അതുവരെ ഈ നാട്ടിൽ കുടുംബത്തോടൊപ്പം ജീവിതം ആഘോഷിച്ച ഓർമ്മകൾ ഇന്നും ഉള്ളിൽ തിളക്കം ഒട്ടുമങ്ങാതെ കാത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓരോ അവധിക്കും നാട്ടിലേക്ക് മടങ്ങാൻ ഹൃദയം മുറിവിളിയൂട്ടി തുടങ്ങുന്നു. അച്ഛനും അമ്മയും തിരക്കിലാവും മിക്കവാറും. പക്ഷേ താനിവിടെ എത്തിയിട്ട് പിന്നെ ശ്വാസം നേരെ വിടും, അത്രയും തിടുക്കം. ചെറിയച്ഛൻ്റെ മകൾ കീർത്തന, അവളുടെ ഏട്ടൻ കാർത്തിക്, ഇവരെല്ലാം കാത്തിരിക്കുന്ന എന്ന ഓർമ്മ പോലും കുളിര് നിറഞ്ഞതായിരുന്നു. കൂടാതെ അച്ഛൻ്റെ പെങ്ങൾ മോഹിനി, അപ്പച്ചിയുടെ മക്കളായ ആത്മിക, അവന്തിക, ഇവർ കൂടി ചേർന്നാൽ പിന്നെ അവിടെ മേളമായിരുന്നു. ഉത്സവം പോലെ ആഹ്ലാദമായ ദിവസങ്ങൾ. തിരിച്ചു പോകുമ്പോൾ കണ്ണുകൾ നിറഞ്ഞാൽ തന്നെ അച്ഛൻ കളിയാക്കി കൊല്ലും, അങ്ങ് എത്തുവോളം. അമ്മയും മയ്യേട്ടൻ പിന്നെ ഭയങ്കര പഠിപ്പിയതുകൊണ്ട് വല്ലാണ്ട് വരാറില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ കൂടിയാൽ പിന്നെ ചെക്കൻ പഠിത്തമൊക്കെ മറന്നുപോകുന്നത് വേറെ കാര്യം. എത്ര പെട്ടെന്നാണ് എല്ലാം മാറി മറിഞ്ഞത്. ജീവിതം തന്നെ. ഒരു ചെറിയ നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ പോയ അച്ഛൻ പിന്നെ തിരിച്ചു വന്ന് വെള്ളമൂടിയാണ്. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നി, കാണാൻ ഇഷ്ടമില്ലാത്തൊരു ദുസ്വപ്നം. അച്ഛൻ മരിച്ചെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും ഹൃദയം കേൾക്കാൻ കൂട്ടാക്കാത്ത പോലെ. ആരവങ്ങൾ ഒഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയായി മനസ്സ് മുഴുവൻ. തളരുതെന്നുള്ളിലുണ്ടെങ്കിലും ഒന്നിനും വയ്യാതെ ഒടിഞ്ഞു തൂകിയിരുന്ന ദിനങ്ങൾ. ഏട്ടനും അമ്മയും എല്ലാം അതെ. അച്ഛനില്ലായ്മയിൽ പിന്നെ ആരും ഉണ്ടായിട്ട് കാര്യമില്ലെന്ന് തോന്നിയ നിമിഷങ്ങളും ദിവസങ്ങളും. ഒറ്റപ്പെടലിന്റെ തീച്ചൂളയിൽ സ്വയം വെന്ത് പുകഞ്ഞു. ബന്ധുക്കളായി എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്തൊരൊറ്റപ്പെടൽ പോലെ. ഒറ്റ നിമിഷം കൊണ്ട് അച്ഛൻ്റെ തോളിലെ കുഞ്ഞു കുട്ടിയായതുപോലെ. അച്ഛൻ മുന്നിൽ തെളിയിച്ചു വെച്ചൊരു വിളക്ക് പോലെയായിരുന്നു. അമ്മ ഇച്ചിരി ഗൗരവമാണെങ്കിലും അച്ഛൻ തനിക്ക് വേണ്ടി പലതും വാദിച്ച് നേടിത്തന്നിരുന്നു. തെറ്റായൊരു വഴിയിൽ കൂടി താനും ഏട്ടനും പോവില്ലെന്ന് അച്ഛനൊപ്പമുള്ള അത്രയും സപ്പോർട്ട് തരും. വാടിയ പൂക്കൾ പോലെ ദിനങ്ങൾ വെറുതെ വിരിഞ്ഞും കൊഴിഞ്ഞും പോയി. കോളേജും കൂട്ടുകാരുമായി തിരക്കിലാണെങ്കിലും അച്ഛനൊരു നോവായി രാത്രിയിൽ കണ്ണീര് വീഴ്ത്തി. കരച്ചിലും പിഴിച്ചിലും കൊണ്ട് നടക്കാതെ സ്ട്രോങ് ആയി വേണം കാര്യങ്ങൾ ഉൾക്കൊള്ളാനെന്ന് പഠിപ്പിച്ച അച്ഛനോട് നീതി പാലിക്കാൻ കഴിഞ്ഞില്ല. അത്രയും അടുപ്പ് ആരോടും ഇല്ലാത്തതുകൊണ്ടാവും ഓർക്കുമ്പോൾ അറിയാത്തന്നെ ഹൃദയം പിടഞ്ഞു പോകുന്നത്. ഏട്ടൻ അമേരിക്കയിൽ പഠിക്കാൻ വേണ്ടി പോയപ്പോൾ തീർത്തും ഒറ്റപ്പെട്ടു. അമ്മ ഡാൻസ് സ്കൂളിൽ മിക്കപ്പോഴും തിരക്കിൽ തന്നെയാവും. പഠനത്തിന്റെ തിരക്കിലേക്ക് ഊളിയിട്ടപ്പോഴും മനസ്സിൽ ഒരു നെരിപ്പോട് പോലെ അച്ഛൻ നീറി. ഇതിന് മാത്രം അച്ഛനെ താൻ സ്നേഹിച്ചു പോയിരുന്നുവോ? നഷ്ടപ്പെടുമെന്ന് ഉറപ്പാവുമ്പോൾ മാത്രമാണല്ലോ പലപ്പോഴും സ്നേഹം അമൂല്യമാവുന്നത്. അച്ഛൻ പോയി 1 വർഷം തികച്ചാവുന്നതിന് മുന്നേ രവി അങ്കിളുടെ അമ്മ വിവാഹം ചെയ്യാൻ തീരുമാനമെടുത്തെന്നുള്ളത് അച്ഛൻ്റെ അടുത്ത സുഹൃത്ത് പവനങ്കിൾ പറഞ്ഞ് പകപ്പോടെയാണ് കേട്ടത്. അമ്മ അങ്ങനെ ചെയ്യില്ലെന്ന് അപ്പോഴും ഹൃദയം വാദിച്ചു. അമ്മ നേരിട്ട് പറയും വരെയും ഹൃദയം മിടിക്കാൻ പോലും മറന്നുപോയി. നെടുകെ പിളർന്ന് ചോരയൊഴുകുന്ന ഹൃദയം കൈകൊണ്ട് അമർത്തി പിടിച്ച അച്ഛനെ ഓർത്തു. രവി അങ്കിൾ അച്ഛൻ്റെ സുഹൃത്ത് തന്നെയാണ്. ഒരു പരസ്യ ഏജൻസി നടത്തുന്നുണ്ട് ആള്. അതൊന്നും ആയിരുന്നില്ല ശരിക്കും പ്രശ്നം. ആളുടെ സ്വഭാവം അച്ഛൻ പറഞ്ഞറിയാം. പെൺവിഷയത്തിൽ ആള് മുന്നിലാണ്. അമ്മയ്ക്കും അറിയാലോ അത്. എന്നിട്ടും അതുപോലെ ഒരാളെ അമ്മയ്ക്ക് എങ്ങനെ തോന്നി? അമ്മ രവി അങ്കിളിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന ആലോചിച്ച് നോക്കാൻ പോലും പറ്റുന്നില്ല. അമ്മയ്ക്കൊരു പുതിയ ജീവിതമാവുന്നതിൽ ആശ്വാസമുണ്ട്, സന്തോഷം തന്നെയാണ്. പക്ഷേ രവി അങ്കിൾ വീണ്ടും വീണ്ടും വേദനിക്കുന്നു. അച്ഛനെ അമ്മ ഇത്രയും പെട്ടെന്ന് മറന്നുപോകും. നെഞ്ചിൽ നിറയെ സ്നേഹം കൊടുത്തിട്ടുണ്ട് എൻ്റെ അച്ഛൻ. നിഴൽ പോലെ കൂടെ നടന്നിട്ടുണ്ട്. സ്വപ്നം കൈയെത്തിപ്പിടിക്കാൻ അമ്മയുടെ ശക്തിയായതും അച്ഛൻ തന്നെയല്ലേ? എന്നിട്ടും മറന്നുപോവാ അമ്മ. അതൊരു രവി അങ്കിളിനെ പോലെ ഒരാൾക്ക് വേണ്ടി. ഇത്രയുള്ളായിരുന്നോ എൻ്റെ അമ്മയ്ക്ക് അച്ഛൻ? സങ്കടമാണോ ദേഷ്യമാണോ എന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ. അതിൻ്റെ ഫലമാവും പൊട്ടിത്തെറിച്ചു ഭയങ്കരമായി. അമ്മയുടെ ആഗ്രഹം നടക്കില്ലെന്ന് ആ മുഖത്ത് നോക്കി പറഞ്ഞു. നീ സെൽഫിഷാണ് മാളവിക. എനിക്ക് 40 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. എന്തിന് ഞാൻ എൻ്റെ ജീവിതം വേസ്റ്റ് ആക്കണം? മരിച്ചവർ തിരിച്ചു വരില്ലെന്ന് അറിയില്ല നിനക്ക്? രാധേട്ടനെ ഞാനും സ്നേഹിച്ചിരുന്നു. പക്ഷെ അതും പറഞ്ഞ് വെറുതെ വേദനിച്ച് ജീവിതം തീർക്കാൻ മാത്രം വിട്ടിയല്ല ഞാനായിരുന്നു മരിച്ചു പോയിരുന്നെങ്കിൽ നിന്റെ അച്ഛനും വേറെ കെട്ടില്ലേ? നീ അത് മറന്നുപോയി. പിന്നെ രവി, നമ്മൾ വിചാരിച്ചു വെച്ച പോലെ നല്ല അദ്ദേഹം തികച്ചും മാന്യനാണ്. നിങ്ങളൊക്കെ ചിറകുകൾ ഓർക്കുമ്പോൾ പറന്നുപോകും. പിന്നെയും ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കണ്ടേ? ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയല്ല മാളു.
ഇതിപ്പോ ഇങ്ങനെ ഉറഞ്ഞുകൊള്ളാൻ മാത്രം കാര്യമുണ്ടോ? രവിയെ നമ്മൾ അറിയുന്നല്ലേ? അമ്മ പറയുമ്പോൾ ഹൃദയം വല്ലാതെ നൊന്തു. ജീവിതം മുഴുവൻ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹം. അമ്മയ്ക്കൊരു കൂട്ടിട്ടുന്ന സന്തോഷം തന്നെ. പക്ഷെ ഇത്രയും പെട്ടെന്ന് അത് രവി അങ്കിളിനെ പോലൊരാൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നറിയില്ല. തോളിൽ വേദനയ്ക്ക് വിധം പിടിച്ചുകൊണ്ട് അമ്മ പറയുമ്പോൾ വിറച്ചുപോയി. അമ്മയപ്പോൾ ഒരു കാമുകി മാത്രമായതുപോലെയായിരുന്നു. രവി അങ്കിളിനെ കുറിച്ച് പിന്നെ പറഞ്ഞൊന്നും അമ്മ വിശ്വസിച്ചില്ല. ആരെതിർത്താലും അമ്മയാളെ സ്വീകരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. ഏട്ടനെ വിളിച്ച് പറഞ്ഞു. ഏട്ടനോട് അമ്മ ഉറഞ്ഞുതുള്ളി പറയുന്നത് റൂമിലിരുന്ന് കേട്ടപ്പോൾ വാവിട്ട് കരഞ്ഞുപോയിരുന്നു. തന്റെ നിസ്സഹായാവസ്ഥ ഓർത്തുകൊണ്ട്. ആരും സഹായത്തിനില്ല. രവിയുടെ പ്ലാനാണോ ഇതൊന്ന് പേടിയുണ്ട് മോളെ, നീ സൂക്ഷിക്കണം കേട്ടോ എന്ന് അച്ഛന്റെ സഹപ്രവർത്തനായ പവനങ്കിൾ പറഞ്ഞു മുതൽ ഒരു തീരുമാനമെടുക്കാനാവാതെ മനസ്സ് വലഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലൊരു പ്രതിസന്ധി വന്നിട്ടില്ല. വന്നപ്പോഴെല്ലാം അച്ഛനുണ്ടായിരുന്നു ഒരു കവചം പോലെ. ഇപ്പോഴത് പൊട്ടിപ്പോയിരിക്കുന്നു. ഹൃദയം വീണ്ടും നേറി. കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ തിരിച്ചു വരാൻ ഏട്ടന് കഴിയില്ല. അങ്ങനെയായിരുന്നു അവരോടുള്ള എഗ്രിമെന്റ്. നീ അച്ഛമ്മയുടെ അടുത്തേക്ക് പോയിക്കോമാളൂ. ഇപ്പൊ വെക്കേഷനല്ലേ, 2 മാസം കൊണ്ട് എന്റെ കോഴ്സ് തീരും. ഞാൻ വരും വരെ നീ അവിടെ സേഫ് അല്ല. ഞാൻ കൂടി വന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം എന്ന് മഹിയേട്ടനും പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കാതെ വണ്ടി കയറി. അമ്മയോട് പറയാൻ തോന്നിയില്ല. അമ്മ അപ്പോഴേക്ക് രവിയങ്കിൾ തീർത്ത മായാവലയത്തിൽ പെട്ടുപോയിരുന്നു. അച്ഛമ്മക്ക് മുന്നിൽ അതുവരെ അനുഭവിച്ച ഒറ്റപ്പെടൽ ഇറക്കി വെക്കുമ്പോൾ താൻ പറയും മുന്നേ കഥകളിവിടെ അറിഞ്ഞിരുന്നെന്ന് മനസ്സിലായി. പഴയ കുറുമ്പി മാളവിക മരിച്ചുപോയതുപോലെ മുന്നേ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഉത്സാഹം ഒട്ടും ഉണ്ടായിരുന്നില്ല. മോളെ, തലയിൽ തലോടിക്കൊണ്ടുള്ള വിളി മാളവിക ഓർമ്മയിൽ നിന്നും തിരിച്ചു വന്നു. പക്ഷേ ഹൃദയം മുഴുവൻ അപ്പോഴും വേദനയുണ്ട്. രവി അങ്കിളിനെ ആർക്കു വേണ്ടി ഉപേക്ഷിച്ച് കളയില്ലെന്ന് അമ്മ ഉറപ്പിച്ചു പറഞ്ഞ അന്നത്തെ അതേ വേദന. എന്തൊരു ഇരിപ്പാൻ്റെ മാളൂയ്യേ, വന്നിട്ട് 3 ദിവസമായില്ലേ? അപ്പം മുതൽ കാണുന്ന ഞാൻ ഈ ചടഞ്ഞിരുത്തം. നീ ഇങ്ങനെ വിഷമിച്ചൊക്കെ നേരാവോ മോളെ? ഉള്ളിലെ വിഷമം താൻ അറിയാതിരിക്കാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്ന അച്ഛമ്മയെ മാള് നോക്കി. 80 വയസ്സ് കഴിഞ്ഞവർക്ക് ഇപ്പോഴെന്തൊരു തീക്ഷ്ണതയാണെന്നോ ആ കണ്ണുകൾ. ഒന്ന് എഴുന്നേറ്റ് വായോ എൻ്റെ കുട്ടി, ഒന്ന് കുളിച്ച് അമ്പലത്തിൽ പോയി വാ. അപ്പം തന്നെ പകുതി ആശ്വാസം കിട്ടും. ഇങ്ങനെ ഇരുന്ന വിഷമം കൂടത്തേയുള്ളൂ. വാത്സല്യം ആവോളമുണ്ടായിരുന്ന ആ സ്വരത്തിൽ. മാളുസേ പോയാലോ? തൊട്ടപ്പുറത്തും കീർത്തി പതിയെ ചോദിച്ചു. ഇവളെപ്പോന്നു അതുപോലും അറിഞ്ഞില്ലല്ലോ. ഉള്ളുപൊള്ളിയ ഓർമ്മകൾ കാർന്നു തീന്നുമ്പോൾ ചുറ്റും നടക്കുന്നൊന്നും അറിയില്ല. വായോ, നമുക്ക് പോയിട്ട് വരാം. കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കീർത്തി ചിണുങ്ങി. തൻ്റെ അതേ പ്രായം തന്നെയാണ് അവൾക്കും. അവളോടൊപ്പം അകത്തേക്ക് നടന്നു. അപ്പോഴും മനസ്സിൽ വല്ലാത്തൊരു വിങ്ങൽ അലയടിച്ചിരുന്നു, ആരും അറിയാതെ. കാർത്തിയുടെ എവിടെ പോയതാ കീർത്തി? തൊടുവിരൽ കൊണ്ട് ചന്ദനം നെറ്റിയിൽ ചാർത്തുന്നതിനിടെ മാളു ചോദിച്ചു. രാവിലെ മുതൽ ആളെ കണ്ടിട്ടേ ഇല്ല. ചെറിയച്ഛനും കാർത്തിയുടെ കൂടിയാണ് അവരുടെ ഓഫീസ് നോക്കി നടത്തുന്നത്. മഴ പെയ്ത് തോർന്ന വഴിയിൽ കൂടി നടക്കുമ്പോൾ മാളു ആർത്തിയോടെ ചുറ്റും നോക്കി. നാട്ടിൻ പുറത്തിന്റെ വന്യമായ സൗന്ദര്യം കാത്തുവെച്ചിട്ടുണ്ട് വഴി നീളെ. ഇലത്തുമ്പിൽ വെള്ളത്തിന്റെ തിളക്കം, പേരറിയാത്ത അനേകം പൂക്കൾ. വീതി കുറഞ്ഞ റോഡിൽ ടാറിട്ടിട്ടുണ്ട്. പക്ഷെ ഇരുവശത്തും കുഞ്ഞു തോടുകൾ. മഴ പെയ്തിറങ്ങിയ സന്തോഷമാവണം കുതിച്ചൊഴുകുന്നുണ്ട്. അത് ശരി, അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ മാളു? കീർത്തി ചോദിച്ചപ്പോൾ അവളില്ലെന്ന് തലയാട്ടി. നീ ഈ ലോകത്തൊന്നും അല്ലായിരുന്നു എൻ്റെ മാളു, നിറഞ്ഞ വാർത്തയല്ലായിരുന്നോ? കീർത്തി അതിശയം പൂണ്ടു. അല്ലെങ്കിൽ തന്നെ അധിക സമയം ഫോണിൽ കളയാൻ ഇഷ്ടമല്ല. അച്ഛൻ പോയ ശേഷം തീർത്തും അത് കുറഞ്ഞു പോയിരുന്നു. അതുകൊണ്ടാവും ലോകത്തിലെ പലതും എന്തിന് ചുറ്റും നടക്കുന്ന പോലും അറിയാതെ പോയത്. ദേ, എന്റെ ക്ഷമ കളയാണ്ട് പറയണ്ടോ നീ കീർത്തി? അവളുടെ ഭാവം കണ്ടിട്ട് മാളു ദേഷ്യത്തോടെ ചോദിച്ചു. എൻ്റെ മണ്ടൂസേ, അതറിയാത്ത ഒരാൾ ചിലപ്പോൾ നീയേ ഉണ്ടാവും ഈ നാട്ടില്. മാളു അവളെ തുറപ്പിച്ച് നോക്കി. എടി, ഇന്ന് അർഷിക വന്നിരുന്നു. കേരളത്തിൽ തന്നെ 1ാം റാങ്ക് നേടിയുള്ള വരവാ പെണ്ണെ. അർഷിക്കാലി IPS ആയിട്ട്. നീ അറിഞ്ഞില്ലേ? വലിയ വാർത്തയായിരുന്നു. നമ്മുടെ നാട്ടുകാരനല്ലേ, പോരാത്തിന് നമ്മുടെയൊക്കെ ബാല്യകാല സുഹൃത്തും. മഹിയേട്ടനെയും കാർത്തിയേട്ടനെയും ചങ്ക്. ആവേശത്തിൽ കീർത്തി വിളിച്ചു പറഞ്ഞപ്പോൾ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞത് ഒട്ടൊരു സുഖമുള്ള നോവോടെ മാളു അറിഞ്ഞു. കാലുകൾ നിലത്ത് പതിഞ്ഞു. ഒരടി അനങ്ങിയില്ല. കീർത്തി പിന്നെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഹൃദയം അവനിൽ മാത്രം നിറഞ്ഞ ഫീലായിരുന്നു. അർഷിക് അലി, മാളുവിന്റെ അച്ഛന്റെ സുഹൃത്ത് അലിയുടെ ഒരേ ഒരു മകൻ. അവന്റെ ഉമ്മ അവനെ ഗർഭം ധരിച്ചിരിക്കെ തന്നെ ഒരു അപകടത്തിൽ അലി മരിച്ചുപോയിരുന്നു. അച്ഛനില്ലാതെയാണ് അർഷിക് പിറന്നു വീണത് തന്നെ. അധികം സാമ്പത്തിക ശേഷി ഇല്ലാഞ്ഞിട്ടും അവന്റെ ഉമ്മ നബീസ വിധിയുടെ മുന്നിൽ തോറ്റില്ല. മകനെ ചേർത്ത് പിടിച്ചു. അങ്ങനെ തന്നെ ജീവിച്ചു. മയ്യേറിനെ പോലെ തന്നെയായിരുന്നു അച്ഛൻ അർഷിക്കയും കണ്ടിരുന്നു. വസ്ത്രം, ബുക്ക്, വിദ്യാഭ്യാസം, അങ്ങനെ പലതും അച്ഛനായിരുന്നു നോക്കിയിരുന്നു. പക്ഷേ കുറച്ചു കാലമേ അവന് വേണ്ടി വന്നുള്ളൂ. അർഷിക നന്നായിട്ട് പഠിക്കും. സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ആളുടെ ചെറിയ ചെറിയ ജോലികളും മതിയായിരുന്നു ചെലവുകളെല്ലാം നടത്താൻ. ഇതെല്ലാം അച്ഛൻ പറഞ്ഞിട്ടുള്ള വളരെ കുറഞ്ഞ അറിവുകളാണ്. കൊടുത്തത് വീണ്ടും വീണ്ടും വിളിച്ചു പറയുന്നത് അച്ഛൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത കാര്യമായിരുന്നു. ഒരുമിച്ച് കളിച്ചു വളർന്നു. മയ്യേട്ടനേക്കാളും തനിക്കിഷ്ടം അർഷിക്കയായിരുന്നു. അവനും അങ്ങനെ തന്നെ. മറ്റാരെക്കാളും കൂടുതലൊരിഷ്ടം തന്നോടാണ്. ജാതിയും മതവും പറഞ്ഞ് ആരെയും വേർതിരിച്ച് കാണാത്ത സുന്ദരമായ കാലം, നിഷ്കളങ്കം നിറഞ്ഞ ബാല്യം. 10ാം വയസ്സിൽ അച്ഛനോടൊപ്പം നാട് വിട്ടു പോകുമ്പോൾ ഏറ്റവും വേദന തോന്നിയ അവനെ പിരിയാനായിരുന്നു.
ഓർത്തു വെക്കാൻ പരസ്പരമൊന്നും കൈമാറിയില്ല. പക്ഷെ മറന്നു പോവാതിരിക്കാൻ ഉള്ളിലെന്തോ മാജിക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഓർക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു. വളർച്ചയിൽ എപ്പോഴും ഉള്ളിലെ ഇഷ്ടത്തിന് രൂപമാറ്റം വരുന്നത് അറിഞ്ഞു. ഒന്നാവുമോ എന്ന് പോലും അറിയാതെ, പരസ്പരം തുറന്നു പറയാതെ അകലിയിരുന്നു കൊണ്ട് താൻ അവനെ സ്നേഹിക്കുന്നു എന്ന് മാത്രം അറിയാം. തിരിച്ചും അതേ ഇഷ്ടമുണ്ടോ എന്ന് പോലും അറിയാതെ വെക്കേഷൻ അവൻ കാത്തിരുന്നു, അവനെ ഒന്ന് കാണാൻ, ഉള്ളിലെ ഇഷ്ടം പറയാൻ. അവൻ ഇഷ്ടം പറയുന്നത് കേൾക്കാൻ കൊതിയോടെയുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീടുള്ള ഓരോ ദിവസം. പക്ഷേ കൊതിച്ചുകൊണ്ട് ഓടി വന്നും ഒന്ന് കാണാൻ കഴിഞ്ഞില്ല. നബീസുമ പറഞ്ഞു, ആളിപ്പോ പഠിക്കാൻ പോയേക്കുവാ, വലിയ ആളായിട്ട് തിരിച്ചു വരും എന്ന്. ഹൃദയം ഒരുപാട് വേദനിച്ചിട്ടും കാത്തിരുന്നു, ഒന്ന് കാണാൻ മാത്രം. വർഷം എത്ര കഴിഞ്ഞു, അതിനിടയിൽ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചു. എന്നിട്ടും ഒരു മങ്ങലേൽക്കാതെ ഇന്നും ഉള്ളിൽ അവനുണ്ട്. അങ്ങനെയല്ല, അവൻ മാത്രമുണ്ട്. ആരോടും പറയാതെ, ആരും അറിയാതെ. പഠനമൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെയും തൻ്റെയും സ്വപ്നം പോലെ ഒന്നാവാൻ താൻ അച്ഛനോട് പറയാൻ കാത്തിരുന്ന തൻ്റെ പ്രണയം അച്ഛൻ മനസ്സിലാക്കും, ഒന്നിച്ച് ചേർക്കും. കാരണം അച്ഛൻ മനുഷ്യനായി ചിന്തിച്ചു നോക്കൂ. അച്ഛൻ പറഞ്ഞാൽ അമ്മയെ എതിര് പറയില്ല. ജാതിയുടെയും മതത്തിൻ്റെയും വിഷക്കൂട്ട് അച്ഛൻ അറിയില്ല എന്നതായിരുന്നു ആശ്വാസം. ഒക്കെ അവസാനിച്ചു പോകും. അച്ഛൻ മടങ്ങിപ്പോയതോടെ ഇനി ആരോട് പറയും തൻ്റെ ഈ മനസ്സ്? അച്ഛൻ അറിയുന്ന കഴിയുന്ന പോലെ ആർക്കാണത് മനസ്സിലാവുക? ഇപ്പോഴും സ്വന്തം ജീവിതം കരപിടിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന അമ്മയോ ഏട്ടനോ? ഇത്രയും വർഷം മനസ്സിൽ ഊതിപ്പാറ്റി വെച്ച ആ ഇഷ്ടം അതിൻ്റെ അവകാശിക്ക് പോലും അറിയില്ലല്ലോ. മൈക്ക് ഈ എങ്ങനെയാണോ അവൾ തന്നെയാണ് എനിക്കും. എന്തെങ്ങാനും പറഞ്ഞു കളയോ ഇനി ആള്? ദൈവമേ, താങ്ങാനാവൂ തനിക്കത്? ഓർക്കുമ്പോൾ തന്നെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെയാണ്. കീർത്തി കയ്യിൽ തട്ടി വിളിച്ചപ്പോൾ അവൾ തുറിച്ചു നോക്കി. അവൾ നന്നായിട്ടൊന്ന് വിളിച്ചു കാണിച്ചു. അർഷിക്കയുടെ പരിശ്രമം കൊണ്ടാകുമ്പോൾ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് പാവം. പിന്നെ നബീസുമാരുടെ പ്രാർത്ഥന. ദൈവം എങ്ങനെയാ കൂടെ നിൽക്കാതിരിക്കുന്നേ? കീർത്തി പറയുമ്പോൾ മാളു ചിരിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി. പടിപ്പുര കടക്കുമ്പോൾ തന്നെ കണ്ടിരുന്നു ഉമ്മറത്ത് ആരൊക്കെയോ ഇരിക്കുന്നു. പോർച്ചിൽ കാർത്തിയേട്ടന്റെ കാറും കിടപ്പുണ്ട്. പടിപ്പുരയുടെ വലത് സൈഡിൽ റോഡിൽ നിന്നും വീട്ടിലേക്ക് വണ്ടി കയറാൻ പാകത്തിന് മറ്റൊരു വഴിയുണ്ട്. അതിനധികം പഴക്കമില്ല. മാളുവിന്റെ അച്ഛൻ ഉണ്ടാക്കിയതാണത്. വേഗം വായോ, കാർത്തികേയൻ വന്നു തോന്നുന്നു. കീർത്തി മാളുവിന്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് ഓടി. ആഹാ, കുട്ടികൾ വന്നല്ലോ. അച്ഛമ്മ പറയുമ്പോൾ മാളു ചിരിച്ചുകൊണ്ട് നോക്കി. ചിരിക്കുമ്പോൾ കണ്ണുകൾ നിറയെ പൂത്തിരി കത്തിച്ചുകൊണ്ട് അവിടെ അവനുണ്ടായിരുന്നു അർഷിക്കലി. മാളുവിന് ശ്വാസം വിലങ്ങും പോലെ തോന്നി. ചുണ്ടിലെ ചിരിപതിയെ മാഞ്ഞു. പകരം പരിഭ്രമം നിറഞ്ഞു. ആകെ ഒരു വെപ്രാളം, മഞ്ഞിൽ പൊതിഞ്ഞതുപോലൊരു ഫീല്. കീർത്തി അരികിൽ പോയിരുന്ന എന്തൊക്കെയോ പറയുന്നുണ്ട്. ആള് ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു. നോക്കുമ്പോഴെല്ലാം കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. ഇടനെഞ്ചിൽ മിന്നൽ പതിയും പോലെ. ചെറിയച്ഛനും ഗൗരിയമ്മയും അച്ഛമ്മയൊക്കെ ഉണ്ട്. കാർത്തിയേട്ടനെ കണ്ടില്ല. എന്താ കുട്ടിയെ, ഈ മറന്നുപോയ അർഷീനെ? മുമ്പ് ഇവനേക്കാൾ പ്രിയപ്പെട്ട ആരും ഉണ്ടായിരുന്നില്ല നിനക്ക്, ഓർമ്മയുണ്ടോ അതൊക്കെ? അച്ഛമ്മ മാളുവിന്റെ നെറുകിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവൾക്ക് ചിരി വന്ന്. മറന്നോന്ന്. ഹൃദയം മുഴുവൻ തിരഞ്ഞാലും ഈ ആളാണ്. ചുണ്ടിലെ ചിരിയേക്കാൾ കണ്ണുകൾ ചിരിക്കുന്ന ഈ മുഖം മനസ്സിൽ നിന്നും മാഞ്ഞിട്ട് വേണ്ടേ വീണ്ടും ഒന്നുകൂടി ഓർക്കാൻ. മാളു അർഷിയെ നോക്കി. അവന്റെ കണ്ണുകൾ അവളിൽ തന്നെയാണ്. പോയ വെപ്രാളം അതേ വേഗത്തിൽ അവളിൽ പടർന്നു കയറി. ഇളനീല ഷർട്ടും കറുപ്പ് ജീൻസും. കണ്ണുകളിൽ പഴയ പോലെ തന്നെ ചിരി നിറയുണ്ട്. ഓടിച്ച് നെറുകെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ ഹൃദയം കൊതിക്കുന്നുണ്ട്, എന്റെയാണെന്ന അവകാശത്തോടെ. പക്ഷേ തലയുയർത്തി നോക്കാൻ കൂടി കഴിയുന്നില്ല. കീർത്തി എപ്പോഴും കലപിലാന്ന് വർത്തമാനം പറയുന്നുണ്ട്. അവളോട് അസൂയ തോന്നിയ ആ നിമിഷം. വെക്കേഷനാണല്ലേ? ആളുടെ സ്വരം. മാളു പതിയെ നോക്കി തലയാട്ടി. ബാംഗ്ലൂരൊക്കെയായിട്ട് ഇത്രയും നാണമുണ്ടോ മാളു? പതിഞ്ഞ ചിരിയിൽ ആള് ചോദിക്കുന്നു. ഇത് നാണമല്ല, എൻ്റെ സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ ഭാരമാണെന്നൊക്കെ വിളിച്ചു പറയാൻ തോന്നി. പക്ഷെ പതിയെ ചിരിച്ചു. ഒന്നും പറഞ്ഞില്ല. കണ്ടിട്ട് തന്നെ എത്രയോ വർഷമായിരുന്നു. ഒന്ന് കാണാതെ, ഒന്നും മിണ്ടാതെ, തിരിച്ച് ഇഷ്ടമാണോ എന്ന് കൂടി അറിയാതെ ഞാൻ സ്നേഹിക്കുന്നു എന്നെങ്ങനെ പറയും ഞാൻ? എങ്ങനെ പറഞ്ഞാലാണ് അതൊന്നും മനസ്സിലാവുന്നത്? അവൾ ഓർത്തു. പിന്നെയും കീർത്തിയോട് സംസാരമായിരുന്നു ആള്. പതിയെ ഉള്ളിലേക്ക് നടന്നു. വാതിൽപ്പടി കടക്കും മുന്നേ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. കീർത്തിയോട് സംസാരിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ആ കണ്ണുകൾ തന്റെ പുറകിലാണ്. അവൾ വെപ്രാളത്തോടെ അകത്തേക്ക് മറഞ്ഞു. നിറയെ പരൽ മീനുകൾ നിറഞ്ഞ വെള്ളത്തിലേക്ക് കാല് നീട്ടിയിരിക്കവേ ഉള്ളു നീറുന്നുണ്ട് മാളുവിന്. അഹങ്കാരിയാണ് നീ എന്നമ്മ പറഞ്ഞത് വീണ്ടും വീണ്ടും ഉള്ളിൽ വിങ്ങുന്നു. തൊടിയിലെ ഏറ്റവും അവസാനമുള്ള ഒരു കുഞ്ഞു തോടാണ്. അധികം വെള്ളമില്ല ഇപ്പോൾ, പക്ഷെ മഴക്കാലത്ത് നിറഞ്ഞു തന്നെ ഒഴുകും. കുഞ്ഞുനാളിലെ ഏറ്റവും വലിയ ആഘോഷം ഇവിടെയായിരുന്നു, ഈ വെള്ളത്തിലുള്ള കുത്തിമറിയല്. ഇവിടെ വരുമ്പോൾ ഇപ്പോഴും പോയിരിക്കാൻ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം. മുട്ടുവരെയും പാൻറ് കയറ്റി വെള്ളത്തിൽ കാലിറക്കി അവൾ വെറുതെയിരുന്നു. മരങ്ങൾക്കിടയിൽ ഒഴുകുന്ന കാരണമാവും നല്ല തണുപ്പുണ്ട് ആ വെള്ളത്തിന്. അടിയിൽ നിറയെ വെള്ളാരം കല്ലുകൾ. അത് തെളിഞ്ഞു കാണും. അത്രയും തെളിഞ്ഞ വെള്ളമാണ്. ഇപ്പോഴും ഇടയ്ക്കിടെ ഇവിടെ വന്ന് കുളിക്കാറുണ്ട്, കീർത്തിയെയും കൂട്ടി. മനസ്സിലാകെ ഒരു നീറ്റൽ. സന്തോഷം കൊണ്ടൊരു അപ്പൂപ്പൻ താടി പോലെയായിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ. നീറുന്ന പ്രശ്നങ്ങളെല്ലാം മറന്നുപോയതുപോലെ.
ആ മുഖമൊന്ന് കണ്ടപ്പോൾ എന്തൊരു ആശ്വാസമായിരുന്നു. ഭക്ഷണം കൂടി കഴിഞ്ഞാണ് ആള് പോയത്. ഇടയ്ക്കിടെ കണ്ണുകൾ ഇടഞ്ഞ കാരണം താൻ ആ മുന്നിലേക്ക് വല്ലാതെ പോയില്ല. കുട്ടിക്ക് മനസ്സിന് സുഖമില്ലാത്തതുകൊണ്ടാട്ടോ മോനെ, ഇങ്ങനെയൊന്നും അല്ല എൻ്റെ മാളു. വിഷമത്തോടെ തന്നെ അച്ഛമ്മ പറയുന്ന കേട്ടു. തിരിഞ്ഞു നോക്കാതെ തന്നെ ആ കണ്ണുകൾ തനിക്ക് നേരെ നീളുന്നറിയാം. ഭക്ഷണം കഴിച്ച് നേരത്തെ കയറി കിടന്നു. മനസ്സിലപ്പോഴും വല്ലാത്തൊരു മന്ദതയായിരുന്നു. ഗിരിജാമ്മ വിളിക്കുന്നു മാളു, നിന്റെ ഫോൺ എവിടെ? വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. കീർത്തിയാണ് വന്ന് പറഞ്ഞു. മൊബൈൽ മേശയിലുണ്ട്, ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ വിളി താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ. അതുകൊണ്ടാവും ഇവിടുത്തെ ലാൻഡ് ഫോണിൽ വിളിക്കുന്നത്. മാളു പതിയെ എഴുന്നേറ്റു. ഹാളിലെ മേശയിലാണ് ഫോണ്. തൊട്ടടുത്ത കസയിൽ അച്ഛമ്മ ഇരിക്കുന്നു. ആ മുഖത്തുള്ളത് അവൾക്കും അറിയാത്തൊരു ഭാവം. ഗൗരി അമ്മയുമുണ്ട്. ചെറിയച്ഛൻ അവളെ കണ്ടപ്പോൾ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് നടന്നു. മാറ്റിവെച്ച റിസീവർ എടുത്തിട്ട് ഹലോ പറഞ്ഞു. മറുവശം നല്ല ചൂടിലായിരുന്നു. പറയാതെ പോന്നു. അഹങ്കാരമാണ്. അമ്മയെ തോൽപ്പിക്കാൻ കച്ച കെട്ടി മുറുക്കി ഇറങ്ങി നടക്കുവാണ്. പെൺകുട്ടിയാണെന്ന ബോധമില്ല. വാശി കുറച്ച് കൂടുതലാണ്. അമ്മയ്ക്കൊരു ജീവിതം കിട്ടുന്ന ഇഷ്ടമില്ല. ആരോപണങ്ങൾ നിരവധിയായിരുന്നു. വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയുമ്പോൾ അമ്മയ്ക്കൽപ്പം ആശ്വാസം കിട്ടിയിരിക്കും. പക്ഷെ അതെല്ലാം കേട്ട് ജീവനോടെ ഇരിയുന്ന ഈ മകളെ അമ്മ മറന്നുപോകും. കണ്ണുകൾ നിറഞ്ഞു. ഒരക്ഷരം പോലും പറയാനില്ല. എന്ത് പറഞ്ഞാലാണ് അമ്മയ്ക്ക് മനസ്സിലാവുക? അതുപോലും അറിയില്ല. ആരോടും പറയാൻ കൂടി വയ്യ. ഹൃദയം വീണ്ട് കീറും പോലെ. ഒന്നും പറയാതെ ഫോൺ വെച്ച് ആരെയും നോക്കാതെ തിരിഞ്ഞടന്നു. തന്റെ ഹൃദയം ഉരുകി ഒലിക്കുന്ന ആരും കാണേണ്ടെന്ന് കരുതി ആർക്കും മുഖം കൊടുത്തില്ല. അതവർക്ക് സഹിക്കാൻ കഴിയില്ല. വാതിൽ ചാരി ബെഡിൽ ചെന്ന് കിടന്നു. ആരും തിരക്കി വന്നില്ല. പക്ഷെ വാതിൽപ്പടിയിൽ വന്ന് ഇടയ്ക്കിടെ തിരിഞ്ഞു പോകുന്നുണ്ട് എല്ലാവരും. തനിക്ക് കൂടുതൽ സങ്കടമാവും ആശ്വസിപ്പിക്കുന്നതെന്ന് അറിയാവുന്നതുണ്ടാവും അത്. പുലർച്ചെയാണെന്ന് ഉറങ്ങാനായത്. രാവിലെ എഴുന്നേറ്റ് ചായ കുടിച്ച് നേരെ ഇവിടേക്ക് വന്നിരുന്നു. കീർത്തിയോട് പോലും പറഞ്ഞില്ല. അവൾക്കറിയാം വല്ലാത്ത വേദന വരുമ്പോൾ തനിക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടമെന്നുള്ളത്. വെയിൽ കനം വെച്ച് വരുന്നേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട് അപ്പോഴും. മാളവിക തമ്പുരാട്ടിക്ക് വീട്ടിലെ സ്ഥലല്ലേ കുളിക്കാൻ? സ്വരം കേട്ട് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. അർഷിയാണ്. ഒരു കള്ളിമുണ്ടും ഷർട്ടും തലയിലൊരു തോർത്തും കെട്ടിയിട്ടുണ്ട്. അവളിൽ പരവേശം നിറഞ്ഞു പൊടുന്നനെ. അവനും അവിടെ അരികിലിരുന്നു. തുണി അല്പം ഉയർത്തി കാലുകൾ വെള്ളത്തിലേക്ക് നീട്ടിക്കൊണ്ട്. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ മാളു നീ. എന്നോട് സംസാരിക്കാൻ സമയം തികയാത്ത നീ ഇപ്പോ എന്നോട് മിണ്ടുന്നുകൂടിയില്ല. പരിഭവം പോലെ പറയുന്നു. ഇത്രയും വർഷം കാണാതിരുന്നകലം ആ സ്വരത്തിൽ പോലും ഇല്ലായിരുന്നു. ഇന്നലെ തമ്മിൽ കണ്ട് പിരിഞ്ഞു പോയതുപോലെ. അത് പിന്നെ ഞാൻ നിങ്ങളെ പെട്ടെന്ന് കണ്ടപ്പോ. മാളു തപ്പിത്തടഞ്ഞു. ഈ എന്നെ എന്താ വിളിച്ചുകൊണ്ടിരുന്നു മാളു? ഗൗരവം നിറഞ്ഞ ചോദ്യം. അർഷിയേട്ടൻ. തലകുനിച്ചാണ് ഉത്തരം പറഞ്ഞത്. മറ്റുള്ളവർ അർഷിക്ക് എന്ന് വിളിച്ചപ്പോൾ തനിക്ക് മാത്രം അവൻ അർഷിയേട്ടനായിരുന്നു. അഭിമാനത്തോടെ തന്നെയായിരുന്നു ആ വിളികൾ. ഇപ്പൊ എന്തേ അങ്ങനെ വിളിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? വേഗം തന്നെ ഇല്ലെന്ന് തലയാട്ടി. ഇങ്ങനെ മിണ്ടാതെ വിഷമിച്ച് നടന്ന പ്രശ്നം തീരുമാളൂ. ബോൾഡായിട്ട് നിൽക്കേണ്ട ടൈമില്ലേ ഇത്? പിന്നെന്താ ഇങ്ങനെയൊക്കെ? അലിവോടെ പറയുന്ന അവന്റെ നേരെ പകച്ചു നോക്കി. വിഷമിക്കണ്ട, എല്ലാവരും ഉണ്ട് കൂടെ. പതിയെ പറയുമ്പോൾ മാളുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. പ്രിയപ്പെട്ട ആരെങ്കിലും ആശ്വസിപ്പിക്കുമ്പോൾ നമ്മുടെ അതുവരെയും തടവിലിട്ട സങ്കടം മുഴുവൻ പൊട്ടിപ്പോവും പെട്ടെന്ന്. അവളുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. മകൻ ഞാൻ ഇപ്പോഴും നല്ല കോണ്ടാക്ട് ഉണ്ട്. അവനെല്ലാം എന്നോട് പറഞ്ഞു. പതിയെ അർഷി പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. അത് കാണെ അവൻ ഒന്നുകൂടി അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് തോളിൽ ചേർത്ത് പിടിച്ചു. കരഞ്ഞുകൊണ്ട് അവനിൽ പെയ്തിറങ്ങി തീരും വരെയും അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു. അവളപ്പോൾ അന്നത്തെ ആ 10 വയസ്സുകാരി കുറുമ്പി പെണ്ണ് മാത്രമായിരുന്നു. അന്നത്തെ അതേ മാളവിക. തണുത്ത വെള്ളത്തിൽ മുഖമൊന്ന് കഴുകി മാളു അർഷിയെ നോക്കി. അവൻ തലയിൽ കെട്ടിയ തോർത്തഴിച്ച് അവൾക്ക് നേരെ നീട്ടി. അത് വാങ്ങി മുഖം തുടച്ചപ്പോൾ നല്ല ആശ്വാസം തോന്നി അവൾക്ക്. മനസ്സിൽ നിന്ന് ഒരുപാട് സങ്കടങ്ങൾ നീങ്ങിയ പോലെ. ഒറ്റയ്ക്ക് കരയുന്നതും പ്രിയപ്പെട്ട ഒരാളുടെ നെഞ്ചിൽ വീണ് കരയുന്നതും രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇതുവരെയും തോന്നാത്തൊരു ആശ്വാസം തോന്നുകയാണ്. ചുവന്നു വിങ്ങിയ മുഖം കാണെ അർഷി അവൾ അരികിൽ തന്നെ ചേർത്ത് പിടിച്ചിരുത്തി. എന്തിനപ്പോൾ കരഞ്ഞേ? അലിവോട് ചോദിച്ചു. അമ്മ ഞാൻ അഹങ്കാരിയാണെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. കണ്ണുകൾ വീണ്ടും വീണ്ടും നിറച്ചുകൊണ്ട് മാളു പറഞ്ഞു. അർഷി അവളുടെ കയ്യിൽ നിന്ന് തോർത്ത് വാങ്ങി ആ കണ്ണുകൾ തുടച്ചു കൊടുത്തു. വിതുമ്പിക്കൊണ്ട് മാളു നോട്ടം മാറ്റി. ഗിരിജാമ ബുദ്ധിയുള്ള ആളാ, വിദ്യാഭ്യാസമുള്ള ആളാ. എന്നിട്ടും ഇങ്ങനെ പറഞ്ഞെങ്കിൽ രവിയങ്ങൾ അത്രമാത്രം മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിനെതിരെ നിൽക്കുന്ന ആരായാലും അവർക്ക് ശത്രുവിനെ പോലെയാണ് മാളു. അതുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അർഷി അവളെ നോക്കി പറഞ്ഞു. മാളു അവന്റെ നേരെ നോക്കി. അവൾക്ക് സംശയമുണ്ടായിരുന്നു, ഇതെല്ലാം അവനറിയാമോ എന്നത്. എനിക്കറിയാമല്ല, മഹി വിളിച്ചിരുന്നു, എല്ലാവരും എന്നോട് പറഞ്ഞു. അത് മനസ്സിലാക്കിയെന്നോണ്ട് അർഷി പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. നീ കരഞ്ഞുകൊണ്ടോ വേണ്ടെന്ന് പറയുന്നതുകൊണ്ടോ ഒന്നും സംഭവിക്കില്ല മാളു. ഗിരിജമ്മ ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്ന പരുവത്തിലല്ല. കൃഷ്ണനെങ്കിളുടെ സുഹൃത്തെ വിളിക്കാൻ മൈ നമ്പർ തന്നിരുന്നു. ഞാൻ അന്വേഷിച്ചു. രവി നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല, അതിലും വലിയ ഫ്രോഡാണ്. അതാണ് എനിക്ക് കിട്ടിയ വിവരം. അർഷി പറയുമ്പോൾ മാളുവിന്റെ കണ്ണിൽ ഭയമായിരുന്നു.
ഇതൊന്നും തെളിവില്ലാതെ പറയുമ്പോൾ ഗിരിജാമ വിശ്വസിക്കണമെന്നില്ല. പക്ഷെ പേടിക്കണ്ട, തെളിവോടെ തന്നെ ഞാൻ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കും. അർഷി ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ മാളുവിന്റെ ചുണ്ടിൽ ചിരി തെളിഞ്ഞു. ഞാനറിയുന്ന മാളവിയെ ഇങ്ങനെയല്ലായിരുന്നല്ലോ. ഇപ്പൊ എന്തെങ്കിലും തൊട്ടാവടിയായി പോയത്? കൃഷ്ണനങ്കിൾ പറയാറുള്ള പോലെ ആ പുലിക്കുട്ടി എന്തേ പൂച്ചക്കുട്ടിയായത്? കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് അർഷി പറയുമ്പോൾ മാളു പതിയെ ചിരിച്ചു. എനിക്ക് ആരുമില്ലാത്ത പോലെ. അച്ഛൻ പോയി. അമ്മയ്ക്ക് എന്നെക്കാൾ വലുത് രവിയെങ്കിലാ. ഏട്ടന് ഒരുപാട് ദൂരെ. ഞാൻ ഒറ്റക്കായ പോലെ. കണ്ണുകൾ നിറഞ്ഞു തൂവി അവളത് പറയുമ്പോൾ അർഷി ചേർത്ത് പിടിച്ചു. ഞാനില്ലേ മാളു? അത്രമേൽ ആർദ്രമായിരുന്നു അവൻ്റെ ആ ചോദ്യം. അവൾ അവൻ്റെ നേരെ നോക്കി. ആ കണ്ണിലൊരു പൂക്കാലം തന്നെ ഉണ്ടായിരുന്നു. കേൾക്കാൻ കൊതിച്ച് കാത്തിരുന്ന വാക്കുകൾ. ഞങ്ങളെല്ലാം ഇല്ലേ? നിന്നെ ജീവനെ പോലെ സ്നേഹിക്കാൻ അച്ഛമ്മ, മോഹൻ ചെറിയസൻ, കാർത്തിയേട്ടൻ, കീർത്തി, മഹി, അങ്ങനെ എല്ലാവരും ഉണ്ട്. എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ പറയുമ്പോൾ മാളൊന്നും മിണ്ടിയില്ല. അതുപോലെ ഒരാളാണ് അർഷിയേട്ടൻ എന്നാണോ ഈ പറഞ്ഞു വരുന്നതിനർത്ഥം? അതോർക്കുമ്പോൾ തന്നെ ഹൃദയം പിടയുന്നു. ഒറ്റപ്പെടലെന്ന് വെച്ചാൽ ഇതൊന്നുമല്ല മാളു. ഞാനത് ശരിക്കും അനുഭവിച്ചവനാ. എൻ്റെ ഉപ്പാൻ്റെ മുഖം പോലും കാണാത്ത മകനാ ഞാൻ. ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ മനസ്സിൽ ഞാനൊന്നും ഒറ്റക്കായിരുന്നു. ചെറിയ ചിരിയിൽ പറയുന്നവൻ, പക്ഷേ കണ്ണുകളിൽ അവൻ ആ നോവ് ഒളിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ സഹിച്ച നോവെന്നും വാക്കുകൾ കൊണ്ട് പറയാൻ എനിക്കറിയില്ല. പക്ഷെ ആറിൽ നിന്ന് കരഞ്ഞു വിളിച്ച് തളർന്ന ഉമ്മയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. തോൽപ്പിക്കാൻ 1000 കാര്യങ്ങൾ മുന്നിലുണ്ടായിരുന്നു എൻ്റെ ഉമ്മാക്ക്. പക്ഷേ ചിരിച്ചുകൊണ്ട് അതിനെതിരെ പോരാടി. അങ്ങനെ ചെയ്യാൻ എന്നെ പഠിപ്പിച്ചു. അവൻ്റെ കണ്ണിലപ്പോൾ അഭിമാനമായിരുന്നു. ആരെങ്കിലും എനിക്ക് വെച്ച് നീട്ടുന്ന സാധനം സ്വീകരിക്കുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ കണ്ണിലൊരു പാവുണ്ടായിരുന്നു. വേദനയാണോ ആശ്വാസമാണോ എന്ന് എനിക്കറിയില്ല ഇന്നും. പക്ഷേ തോറ്റുപോകാതെ പിടിച്ചിരിക്കാൻ എനിക്കുള്ള കച്ചത്തിരുമ്പായിട്ടാണ് ഞാനത് കണ്ടത്. മറ്റെവിടെയോ നോട്ടുറപ്പിച്ച് പറയുന്നവനെ മാളു കണ്ണു നിറച്ചുകൊണ്ടാണ് നോക്കിയത്. അവനും നോവുന്നുണ്ട്, പക്ഷെ അത് പറയുന്നില്ല. പകരം നേടിയെടുത്തുകൊണ്ട് മുന്നിലെ വിളക്ക് പോലെയാവുന്നു. സങ്കടം ഉണ്ടാവും, പക്ഷെ തോറ്റുകൊടുക്കരുത്. ഗിരിജമ്മ ചെയ്തത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. പ്രായം തികഞ്ഞൊരു പെൺകുട്ടി ഉണ്ടെന്ന് മറ്റൊരു കൂട്ടിയിടുമ്പോൾ ഓർക്കുക തന്നെ വേണമായിരുന്നു എന്ന് കരുതി പ്രതികരിക്കാൻ മടി കാണിക്കരുത് നീ. എന്തിനും കൂടെ ഞാനുണ്ടാവും. കണ്ണിലേക്ക് നോക്കി പറയുന്നവനെ കണ്ണൊന്ന് ചിമ്മാതെയാണ് നോക്കിയിരുന്നത്. സത്യക്കാലവും മൂടി വെക്കാനാവില്ലെന്ന് ഞാൻ പറഞ്ഞിരണം നിനക്ക്. ആദ്യം ഈ വാടിയ കോലൊന്ന് മാറ്റി ഉഷാറായി വാ. മറ്റൊന്നും ഇപ്പോൾ ഓർക്കണ്ട. പകരം നല്ല മാത്രം ഓർത്തു നോക്കിക്കേ. സന്തോഷം നൽകുന്ന എന്തെല്ലാം ഉണ്ട് നമുക്ക് ചുറ്റും. മാളു പുഞ്ചിരിയോടെ തലയാട്ടി. ഈ കരഞ്ഞ മുഖം പലർക്കുള്ളിലെ മുറിവാണ് കേട്ടോ. അതിന് വേണ്ട. മുന്നോട്ട് നോക്കി പറയുന്നു അർഷി. മാളു അവൻ്റെ നേരെ നോക്കി. ചിരിച്ചു കാണാനാണ് എനിക്കിഷ്ടം. വേദന പോലും ചിരിച്ച് തോൽപ്പിക്കാനാവും. കരയാൻ തോന്നുമെങ്കിൽ ഉറക്കെ കരഞ്ഞീർത്തിട്ട് ഇന്നിവിടുന്ന് എഴുന്നേറ്റ് പോരാവൂ. ഈ കണ്ണുകൾ ഇനി നിറയുന്നത് സഹിക്കാൻ വയ്യ. പതിയാണ് പറയുന്നത്, പക്ഷേ മുഖത്തെ ഭാവം അത് മനസ്സിലാവുന്നില്ല. മാളുവിൻ്റെ ഉള്ളിലെ തീയണയുന്നുണ്ട്. ആ വാക്കിലെ തണുപ്പുകൊണ്ട്. തന്നോട് ഇഷ്ടമാണെന്ന് പറയാതെ പറയുകയാണോ ദൈവമേ ഇനി? മാളു ഒന്നുകൂടി അവൻ്റെ നേരെ പാളി നോക്കി. പക്ഷെ അവൻ നോട്ടം മാറ്റിയില്ല. ചുണ്ടിൽ പതിഞ്ഞൊരു ചിരിയുണ്ട്. തുറന്നു പറയാത്ത പ്രണയം ചിലപ്പോൾ മനോഹരമാണ്, ചിലപ്പോൾ അതൊരു വിങ്ങലും. ഇവിടെ ഇപ്പോൾ എന്തായി മനസ്സിനെന്ന് അറിയുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞ് നേരിട്ട് കണ്ടിട്ട് ഒന്നും മിണ്ടിയിട്ട്. പക്ഷേ ഇന്നലെ തമ്മിൽ കണ്ടുപിരിഞ്ഞ പോലെയാണ് സംസാരം മുഴുവനും. ഒരകൽച്ചയും തോന്നുന്നില്ല. എന്താണ് ഇങ്ങനെ എന്നെ മാത്രം നോക്കിയിരിക്കുന്നത്? ചിരിയോട് അർഷി ചോദിക്കുമ്പോൾ ചമലോടെ മുഖം തിരിച്ചു. അവൻ്റെ ചിരി കേൾക്കാം. പോയാലോ? അവൻ ചോദിച്ചു. അവളൊന്ന് തലയാട്ടി. എങ്കിലും എൻ്റെ കൂടെ ഞാൻ വന്ന് പ്രമാണിച്ച് നബീസും നല്ല പത്തിരിയും കോഴിക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അർഷി ചിരിയോടെ പറഞ്ഞു. ഞാൻ വീട്ടിലാരോടും പറഞ്ഞില്ല. അവരന്വേഷിച്ചാലോ? മാളു പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് അവൾക്ക് നേരെ കൈ നീട്ടി. അതോർത്ത് വിഷമിക്കണ്ട, ഞാൻ കാർത്തി വിളിച്ച് പറഞ്ഞോളാം, വാ. അവൻ നീട്ടിയ കൈ പിടിച്ച് എഴുന്നേറ്റു. ആ കൂടെ നടക്കുമ്പോൾ മനസ്സൊരു അപ്പൂപ്പൻ താടി പോലെ ഭാരമില്ലാതാവുന്ന അവൾ അറിഞ്ഞു. പറമ്പിൽ കൂടി കുറച്ച് നടന്നാൽ ഇച്ചിരി മാറിയൊരു കുഞ്ഞുതോടുണ്ട്. നിറയെ വാഴത്തോട്ടമാണ്. അതിനിടയിൽ കൂടി അത് നനക്കാൻ വേണ്ടി കെട്ടി നിർത്തി ഉണ്ടാക്കിയ തോടാണ്. അതിനും അപ്പുറത്തൊരു വഴിയുണ്ട്. അത് കഴിഞ്ഞാൽ അർഷിയുടെ വീടാണ്. അധികം വീതിയില്ലാത്ത വഴിയിൽ കൂടി നടക്കുമ്പോൾ തെന്നിപ്പോയ മാളുവിൻ്റെ കയ്യിൽ വീഴും മുമ്പേ അർഷി പിടിച്ചിരുന്നു. ആ കൈ പിടിച്ച് നടക്കുമ്പോൾ ജീവിതം മുഴുവൻ ഈ നിഴൽ പറ്റി നടക്കാൻ കഴിയണമെന്നാണ് അവൾ പ്രാർത്ഥിച്ചത് മുഴുവനും. കുഞ്ഞുനാളിതൊരു ഏറ്റവും മോഹിച്ച ഇത് തന്നെയല്ലേ? ഊണിലും മുറക്കിലും എൻ്റെ മാത്രമാണെന്ന് വാശിയോടെ ഓർത്തത് ഇവനെയല്ലേ? ഇഷ്ടം പറഞ്ഞു വന്നവരോടൊക്കെ എൻ്റെ കല്യാണം കുഞ്ഞിലെ ഉറപ്പിച്ചു വെച്ചതാന്ന് പറയുമ്പോൾ കൺമുമ്പിൽ ഈ ചിരിയായിരുന്നു. ഒരിക്കലും നേരിട്ട് പറഞ്ഞിട്ടില്ല, പക്ഷേ മനസ്സിലൊരു വിശ്വാസമുണ്ട്. ആത്മാർത്ഥ സ്നേഹം ഒരിക്കലും തോൽക്കില്ല എന്നുള്ളത്. തലയിരിച്ച് അവൻ്റെ നേരെ നോക്കി. ചുണ്ടിലാതെ പുഞ്ചിരിയുണ്ട്. ആ കണ്ണും തൻ്റെ നേരെയാണ്. അവൾ നോക്കുന്ന കണ്ടപ്പോൾ കണ്ണിറുക്കി കാണിച്ചു. ദേഹം മുഴുവൻ കുളിരി നിറഞ്ഞ പോലെ, എല്ലാ വിഷമങ്ങളും മറന്ന പോലെ.
കൽപ്പടവുകൾ കയറി വേണം മുറ്റത്തെത്താൻ. അധികം വലിപ്പമില്ലാത്ത ഒരു സാധാരണ വീടാണ്. വലിയ മാറ്റമൊന്നുമില്ല. ചെറിയ മുറ്റം, ഒരരികിൽ വലിയൊരു മാവുണ്ട്. നിറയെ മാങ്ങ നിറഞ്ഞ മാവ്. അതിലെ മാങ്ങ തേൻ പോലെ മധുരമാണ്. തനിക്കത് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതറിയാവുന്നതുകൊണ്ട് വെക്കേഷൻ വരുമ്പോൾ അർഷിയേട്ടനെ എന്നും കൊണ്ടുവന്നു തരും. എന്ത്, മാങ്ങ വേണോ? കാതോരം ചേർന്ന് അർഷി ചോദിച്ചപ്പോൾ മാളു ഞെട്ടിക്കൊണ്ട് അവന്റെ നേരെ നോക്കി. ഇപ്പോഴും ഉണ്ട്, അതേ മധുരം തന്നെയാ. മുകളിൽ നോക്കി അർഷി പറയുമ്പോൾ മാളു അത്ഭുതത്തോടെ അവന്റെ നേരെ നോക്കി. അതൊന്നും മറന്നില്ലേ? അവനൊന്ന് കണ്ണിറുക്കി കാണിച്ചു. ഉമ്മ, ഒന്നിങ്ങോട്ട് വായോ, ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് കോലായിലേക്ക് ആയിരുന്നവനോടൊപ്പം അവളും നടന്നു. വൃത്തിയുള്ള അകത്തളം, 2 മുറികളും അടുക്കളയും നീണ്ട കോലായുമുള്ള ഒരു കുഞ്ഞു വീടാണത്. പടച്ചോനെ, മാളു വന്നു എന്നറിഞ്ഞു. എന്റെ മോളെങ്ങോട്ട് കണ്ടില്ല എന്ന് ഓർക്കായിരുന്നു ഞാൻ. അല്ലെങ്കിൽ അർഷി എന്നാ വരുന്നതെന്ന് അറിയപ്പെടെ വരുന്നതല്ലേ? നബീസുമ പറയുമ്പോൾ മാളു അർഷിയെ പാളി നോക്കി. അവൻ കോലായുടെ വാതിൽ പടിയിറങ്ങി അടുക്കളയിൽ പോയിരുന്നു. എന്തൊരു കോലാന്റെ കുട്ടിയെ ഇത്, ഇങ്ങോട്ട് ഇരുന്നയ്യ്. നബീസുമ കസേരയിൽ പിടിച്ചിരുത്തി. സങ്കടം ഉണ്ടാവും, അർഷി പറഞ്ഞു എന്നോട്. വെറുതെ മോള് വിഷമിക്കരുത്, ചിലപ്പോൾ എല്ലാം നല്ലതിനാന്ന് അങ്ങോട്ട് കരുതി മുന്നോട്ട് പോവാം. അങ്ങനെയൊക്കെയാണ് ജീവിതം. ഗിരിജ പെട്ടെന്ന് തന്നെ എല്ലാം മനസ്സിലാക്കി തിരിച്ചു വരും. മോള് നോയിക്കോ. തലയിൽ തലോടി അവർ പറയുമ്പോൾ മാളുപതിയെ ചിരിച്ചു. വാതിൽപ്പടിയിൽ ചാരി കൈകൾ കെട്ടി അർഷിയും നിൽപ്പുണ്ട്. മോള് നന്നായി പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങിക്ക്, ബാക്കിയൊക്കെ വരും പോലെ വരും. നമ്മൾ തടഞ്ഞൊന്നും എഴുതിയൊന്നും നിൽക്കൂല. ഓരോന്നോർത്ത് വെറുതെ സങ്കടപ്പെട്ടിരുന്നിട്ട് വെറുതെ ചുറ്റുള്ളവരെ കൂടി വിഷമിപ്പിക്കാന്നല്ലാണ്ട് കാര്യമൊന്നുമില്ല. മാളൊന്നും പറഞ്ഞില്ല. അനുഭവം കൊണ്ട് പുള്ളിപ്പിടഞ്ഞ ഉറപ്പുണ്ട് നബീസുമ്മയുടെ വാക്കുകൾക്ക്. കേട്ടിട്ടില്ലേ മോളെ, ഈ എഴുത്ത് എത്ര നന്നായി നമുക്ക് തോന്നിയാലും മറ്റൊരാൾ നോക്കുമ്പോൾ എന്തേലും തിരുത്താനുണ്ടാവും. അതുപോലെ തന്നെയാണ് ജീവിതം. എത്ര നന്നായി ജീവിച്ചാലും എന്തേലും ഒരു തിരുത്തുണ്ടാവും. അങ്ങനെ കരുതിയാൽ മതി. നമ്മൾ ചിന്തിക്കുന്ന മാത്രം നടന്നാൽ പിന്നെ പഠിച്ചവരെന്തിനാ? ചിരിച്ചുകൊണ്ടാണ് മൂപ്പത്തി പറയുന്നത്. പക്ഷെ നെഞ്ചു തുളച്ച് കയറി ഓരോ വാക്കും. ഗിരിജ അറിവുള്ള പെണ്ണല്ലേ, ചിന്തിച്ച് തീരുമാനം എടുക്കാൻ കഴിയും. ഇപ്പോഴുള്ള സങ്കടമൊക്കെ മാറും മോൾക്ക്. ഇന്നത്തെ ഈ സങ്കടമെല്ലാം നാളെ കരുത്താവും, നോയിക്കോ. മാളു തലയാട്ടി. എൻ്റെ ഉമ്മ നിങ്ങളെന്തെങ്കിലും കഴിക്കണ്ടാ? ഞാൻ ഒരുപാട് അവൾ ഉപദേശിച്ചു, അവൾക്ക് മടുത്തുപോയി കാണും. അർഷി പറയുമ്പോൾ മാളു ചിരിച്ചു. ആ പടച്ചോനെയാവും, നമ്മൾ മറന്നല്ലോ. മോൾ കൈ വാ, ചായ കുടിക്കാം. അവർ ധൃതി പിടിച്ച് എഴുന്നേറ്റു. ഇനി കുളിച്ചില്ലേടാ? പോവും വഴിയിൽ അർഷിയോട് ചോദിച്ചു. ഇല്ലുമ്മ, ഞാൻ കുളിക്കാൻ വേണ്ടി ചെന്നപ്പോ ഇവളവിടെ ഇരിക്കുന്നു. പിന്നെ എങ്ങനെയാ? അർഷി ചിരിച്ചുകൊണ്ട് മാളുവിന്റെ നേരെ ചൂണ്ടി. പൊയ്യിൽ കുളിക്കാൻ പോയതാ, എന്നിട്ട് ഇങ്ങനെ പോയി കുളിച്ചു വാടാ, ചായ കുടിക്കാം. അവന്റെ തോളിൽ അടിച്ചുകൊണ്ട് നബീസും അടുക്കളയിലേക്ക് നടന്നു. ഇപ്പൊ വരാം കുളിച്ചിട്ട്, ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അർഷി ഇറങ്ങിപ്പോയി. മാളു എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. കയറി ചെല്ലുന്നിടത്ത് ആദ്യത്തെ മുറിയാണ് അർഷിയുടെ. അവൾ അകത്തേക്ക് കയറി നോക്കി. വൃത്തിയായി സൂക്ഷിച്ച മുറിയിൽ ഒരരികിൽ ധാരാളം ബുക്ക് അടുക്കി വെച്ചിട്ടുണ്ട്. അധികം വലുപ്പമില്ലാത്ത കുഞ്ഞ് ജനാല. അതിനരികിൽ പോയി പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ മനസ്സിൽ ആശ്വാസം നിറയുന്ന അവൾ അറിഞ്ഞു. ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടത് വാക്കുകൾ കൊണ്ടല്ല, ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഹൃദയം പിടയുന്ന ഓരോ വേദനകൾക്കും ഇവിടെയുള്ളവർ മരുന്നാവുന്നത്. ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്, അത് മതി. മറ്റുള്ളവരെ ബോധിപ്പിച്ച് ജീവിക്കാൻ സാധിക്കില്ല. അമ്മ ചെയ്യുന്ന തെറ്റാണ്, ഒരു ജീവിതം തേടുന്നു എന്നതല്ല. അതിന് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെക്കുറിച്ച് 1000 വട്ടം ഓർക്കുക എന്നത് അമ്മയുടെ കടമ തന്നെയാണ്. ഒരു മകളുള്ള അമ്മ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണത്. അതിനെതിരെ പോരാടുക തന്നെ ചെയ്യും. വല്ലാത്തൊരു ഉറപ്പ് ഹൃദയം നിറയുന്നത് അവൾ അറിഞ്ഞു വന്നേരം. തല തുടച്ചുകൊണ്ട് അർഷി മുറിയിലേക്ക് കയറി വരുമ്പോൾ ജനാലക്കരികൾ മാളു നിൽക്കുന്നത് കണ്ടു. അവന്റെ ചുണ്ടിലെ ഒരു ചിരി മിന്നിമാഞ്ഞു. അവൾ മറ്റേതോ ചിന്തയിലാണ്. അവൻ വന്നൊന്നും അറിഞ്ഞ മട്ടില്ല. ജനൽ കമ്പിയിൽ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്. അവൻ പതിയെ അവിടെ അരികിൽ ചെന്ന് നിന്നു. തൊട്ടടുത്തുള്ള സാമീപ്യം അറിഞ്ഞെന്നപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി. നിശ്വാസത്തിനും അപ്പുറം അർഷി. ചുമരിൽ ചാരി നിൽക്കുമ്പോൾ ഹൃദയം ഇപ്പോൾ പുറത്തു വരുമെന്ന് തോന്നിപ്പോയി. ഇതുവരെയും ഇല്ലാത്ത വെപ്രാളം പെട്ടെന്ന് കയറി വന്നിരുന്നു. അവനാവട്ടെ അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവം സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ജീൻസും അധികം ഇറക്കമില്ലാത്തൊരു ടോപ്പുമാണ് വേഷം. തോളപ്പമുള്ള മുടി അലസമായി വാരി പിടിച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. കഴുത്തിൽ നൂല് പോലൊരു ചെയിൻ, അതിനറ്റത്ത് തിളങ്ങുന്ന ലോക്കറ്റ്, കാതിലൊരു കുഞ്ഞു മൊട്ട്. നീണ്ട വിരലുകൾ ഇടയ്ക്കിടെ മടക്കി നിവർത്തുന്നുണ്ട്, ഞെരിച്ചമർത്തുന്നുണ്ട്. എന്തുപറ്റി? നന്നായി വീർത്തല്ലേ? അർഷി പതിയെ ചോദിച്ചു. ഒന്നുമില്ലെന്ന് തലയാട്ടി കാണിച്ചു. കയ്യിലുള്ള തോർത്ത് അവൻ നീട്ടി. നനഞ്ഞ തോർത്തിന് അവന്റെ ഗന്ധമായിരുന്നു. അവളത് 2 കൈ കൊണ്ട് അമർത്തി പിടിച്ചു. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ മാളു? കണ്ണിൽ നോക്കി അർഷി ചോദിച്ചു. ഒരു വാക്ക് പോലും പറയാനാവാതെ അവൾ വിറച്ചു. അല്ലെങ്കിൽ തന്നെ എന്താണ് പറയേണ്ടത്? ഈ മനസ്സിൽ താനുണ്ടോ എന്ന് പോലും അറിയാത്ത ഈ കാത്തിരിപ്പിനെ കുറിച്ചോ? കളിയാക്കി ചിരിക്കുകയോ? തമാശ എന്ന് പറഞ്ഞ് തള്ളിക്കളയുമോ? വല്ലാത്തൊരവസ്ഥ തന്നെയാണിത്. ഉള്ളിലൊരു ഇഷ്ടം തോന്നാനല്ല പാട്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നൊന്ന് മുഖത്ത് നോക്കി പറയാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെന്താ, എന്നെ കാണുമ്പോൾ മാത്രം ഈ വെപ്രാളം?
വിടാനുള്ള ഭാവമില്ലാത്ത പോൽ അർഷി കൈകൾ കെട്ടിയെന്ന് ചോദിച്ചു. മാളു ദയനീയമായി അവന്റെ നേരെ നോക്കി. പറയുന്നേ, ഉമ്മ ഇപ്പൊ വിളിക്കും ചായ കുടിക്കാൻ. അതിനു മുന്നേ എനിക്കറിയണം മാളു, എന്താ ഈ ഒളിച്ചുകളിക്ക് പിന്നിലെന്ന്. ഞാനറിയുന്ന മാളവിയെ ഇങ്ങനെയല്ലായിരുന്നു, കള്ളത്തിലറിയില്ല. പക്ഷേ ഇപ്പൊ ഈ കണ്ണിലൊരു കള്ളത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താണെന്നറിയാൻ എനിക്കൊരാകാംക്ഷ. പറയടോ. പതിയെയാണ് പറയുന്നത്. മാളുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തു പറഞ്ഞാലാണ് എൻ്റെ ഇഷ്ടമറിയുക, അതിൻ്റെ ആഴമറിയുക. അവൾ പതിയെ പുറത്തിടക്കാൻ വേണ്ടി മുന്നോട്ട് നടന്നു. പക്ഷെ അതിനു മുന്നേ അർഷി അവൾക്ക് മുമ്പിൽ കയറിയിരുന്നിരുന്നു. ഒരാളോട് ഏറ്റവും അഭിമാനത്തോടെ പറയേണ്ട കാര്യം എന്താണെന്നറിയോ മാളുവിന്? അവന്റെ ചോദ്യം കേട്ട് അവൾ തലയുയർത്തി നോക്കി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കണ്ണിൽ നിറയെ പ്രണയം പൂത്തിളഞ്ഞ് പറയുന്നവനെ കാണെ ഹൃദയം മിടിക്കാൻ കൂടി മറന്നുപോയി. ഇന്നോ ഇന്നലെ തുടങ്ങിയ ഇഷ്ടമല്ലത്. അർഷിക്കലിക്കൊരു പെണ്ണുണ്ടെങ്കിൽ അത് മാളവികൃഷ്ണയാണെന്ന് കുഞ്ഞിനെ ഞാൻ മനസ്സിലുറപ്പിച്ചു വെച്ച കാര്യമാണ്. ഉറപ്പോടെ പറയുന്നവനെ നോക്കവേ കണ്ണുകൾ വീണ്ടും പെയ്തിറങ്ങി. ചുമരിൽ ചാരി കണ്ണുകൾ ഇറുക്കി അടച്ച് തേങ്ങുന്ന പെണ്ണിനെ അവനും അലിവോടെ നോക്കി. അവൾക്കത് സ്വപ്നം പൂവണിഞ്ഞതാണ്. അവനത് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ലല്ലോ. ഇഷ്ടം പറയാൻ പ്രത്യേകിച്ച് ഭാഷ പോലും വേണ്ട. അത് ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ടറിയാം. എത്ര കാലം കാണാതിരുന്നാലും ഹൃദയത്തിന്റെ ആഴത്തിൽ അലിഞ്ഞ സ്നേഹം അതങ്ങനെ ആ തണുപ്പിൽ അടിഞ്ഞുകൂടി കിടക്കും. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. എതിരെയുള്ള ആൾക്ക് ഇഷ്ടമാണോ എന്ന് പോലും അറിയാത്ത തീവ്രമായ സ്നേഹം. നീ പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ അറിയുന്നുണ്ട് മാളു ഈ മനസ്സ്, അതിനുള്ളിൽ എന്നോടുള്ള സ്നേഹം. പക്ഷേ അതൊന്നും നിന്റെ നാവിൽ നിന്ന് കേൾക്കാനുള്ള കൊതിയുണ്ടാ? എല്ലാം അറിഞ്ഞിട്ടും പിന്നെയും ഞാനിങ്ങനെ. അർഷി പറയുമ്പോൾ നിറഞ്ഞ കണ്ണോടെ ചിരിച്ചുകൊണ്ട് അവന്റെ നേരെ നോക്കി. എനിക്കറിയില്ല അർഷിയേട്ടാ, എങ്ങനെ അത് പറയണമെന്ന്. വിങ്ങളോടെ പറയുന്ന പെണ്ണിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അർഷി നെഞ്ചോട് ചേർത്ത് നിർത്തി. ചില ഇഷ്ടം പറയാതെ അറിയുന്നില്ലേ മാളു ഭംഗി. എന്ന് എപ്പോ എന്നൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. പ്രണയം എന്താണെന്ന് അറിഞ്ഞാൽ പിന്നെ നിന്റെ മുഖം എൻ്റെ ഉള്ളിലുണ്ട്. അതെന്താ എന്ന് ചോദിക്കരുത്. അത് എനിക്കും അറിയില്ല പറഞ്ഞുതരാൻ. അമർത്തി പിടിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ അവൾ തലയുയർത്തി നോക്കി. സ്നേഹം തന്നെയാണ് പലപ്പോഴും മുറിവാകുന്നതും മരുന്നാവുന്നതും. സ്നേഹം കൊണ്ട് മുറിഞ്ഞ മനസ്സിനെ സ്നേഹം കൊണ്ടേ പഴയ നിലയിലേക്ക് എത്തിക്കാൻ കഴിയൂ. അവളുടെ നോട്ടം കണ്ട് അവനൊന്ന് കണ്ണു കാണിച്ചു. സത്യമായ സ്നേഹം എന്നൊരു ബലമാണ് മാളു. കൂടെ കൂട്ടാനും ചേർത്ത് പിടിക്കാനും ഞാനുണ്ടാവും. വേദനിക്കുമ്പോൾ എന്നെ ഓർത്തോളുക. നിനക്ക് വേണ്ടി നിറയെ സ്നേഹം കാത്തുവെച്ചിട്ട് നിന്റെ ഹൃദയമിടിപ്പ് പോലെ അർഷിയേട്ടൻ കൂടെ ഉണ്ടെന്ന് മറക്കരുത്. ഒന്നിനു വേണ്ടി ഞാൻ നിന്നെ ഉപേക്ഷിച്ച് കളയില്ല. കവളിൽ രണ്ട് കൈയും ചേർത്ത് പിടിച്ച് പറയുന്നവൻ ആ നിമിഷം മരിച്ചു വീണാലും സങ്കടം തോന്നില്ലെന്ന് മാളു വെറുതെ ഓർത്തു. ഈ സ്നേഹത്തിന് മുമ്പിൽ താൻ ഉള്ളു നിറയെ ഉണ്ടെന്ന് വീമ്പ് പറയുന്ന സ്നേഹം തോറ്റുപോവുകയുള്ളൂ. ആ സ്നേഹത്തിന് മുമ്പിൽ അവൻ ചേർത്ത് വെച്ച കൈകൾക്ക് മീതെ അവളും കൈകൾ ചേർത്ത് വെച്ചു. കാണാതായപ്പോഴാ ഞാൻ ഈ സ്നേഹത്തിന്റെ ആടറിഞ്ഞത്. ഇത്രമേൽ എന്നിൽ വേരൂന്നിയം തിരിച്ചറിയാൻ ഈ അകലം സഹായിച്ചു. പതിയെ പറയുന്നവൾ അർഷി ചിരിയോടെ നോക്കി. സ്വപ്നങ്ങൾക്ക് മേലെ നിഴൽ വിരിക്കാൻ ഒരിക്കലും സങ്കടങ്ങൾ അനുവദിക്കരുത്. ലാസ്റ്റ് ഇയർ അല്ലേ, നന്നായി പഠിക്കണം. അതുമാത്രമേ മനസ്സിലുണ്ടാകാവൂ. തോളിൽ കൈ ചേർത്ത് പിടിച്ച അർഷി അവളോട് പറയുമ്പോൾ മാളു കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് തലയാട്ടി. കാത്തിരിക്കാൻ ഞാനുണ്ടാവും ഇവിടെ. എന്റെ സ്വന്തമാവാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. വിശ്വാസമല്ലേ എന്നെ? ആർദ്രമായി പറയുന്നവന്റെ നേരെ അവൾ തലയുയർത്തി. എന്നേക്കാൾ ഞാൻ വിശ്വസിക്കുന്നു. അവൾ പറയുമ്പോൾ അവന്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ പതിഞ്ഞു സംതൃപ്തിയോടെ. വാക്ക് തരുന്നു ഞാൻ. ഈ സങ്കടം തീർത്തോളാം ഞാൻ. അധികം വൈകാതെ തന്നെ സത്യം ഗിരിജാമയെ അറിയിച്ചുകൊണ്ട് തന്നെ. രവി എന്ന വിഷം ഇനി എന്റെ പെണ്ണിന്റെ കണ്ണുകൾ നിറക്കില്ല. രവി എന്നല്ല ആരും ഇനി ഈ മനസ്സിൽ സംഘർഷം ഉണ്ടാക്കില്ല. പോരെ? അവൾക്ക് ഹൃദയം നിറഞ്ഞ ഫീലായിരുന്നു. എന്റെ പ്രണയം ആരും അറിയാതെ ഞാൻ കാത്തുവെച്ച എന്റെ പ്രണയം ഇന്നിപ്പോൾ എന്നേക്കാൾ കൂടുതൽ പ്രണയം ആൾക്ക് പടർന്നു പിടിച്ചിരിക്കുന്നു. കണ്ണിമച്ചി മാധവന്റെ നേരെ നോക്കുമ്പോൾ പഴയ 10 വയസ്സുള്ള വാശിക്കാരി മാളവികയായിരുന്നു അവന്റെ മുമ്പിൽ. അപ്പോൾ ഇനി ഈ സ്നേഹം തനിക്ക് മാത്രം സ്വന്തമാണെന്നുള്ള വാശി. അടുക്കളയിൽ നിന്ന് അവന്റെ ഉമ്മയുടെ വിളിയാണ് ബോധത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന് ഇനി എന്തൊക്കെയോ പറയാനുള്ള പോലെ. പക്ഷേ മൗനമാണ് അന്നേരത്തിന് കൂടുതൽ മനോഹരം. തോളിൽ കിടന്ന് തോർത്തുകൊണ്ട് അവളുടെ മുഖം തുടച്ചിട്ട് അവൻ മുന്നിൽ നിന്ന് മാറിക്കൊടുത്തു. പതിയെ മുറിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ വാതിൽ നിന്ന് അവളൊന്ന് തിരിഞ്ഞു നോക്കി. കള്ളച്ചിരിയോടെ നിൽക്കുന്ന അവനെ കാണെ വീണ്ടും വെപ്രാളം. അത് കണ്ടപ്പോൾ അർഷി പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. ചായ കുടിക്കാൻ അവനും കൂടി വന്നിരുന്നപ്പോൾ വീണ്ടും ഒരു വിറയൽ. എത്ര ശാസിച്ചാലും വീണ്ടും വീണ്ടും കടന്നു വരുന്ന വെപ്രാളം. ഉമ്മ വാത്തോരാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. മുക്കിയും മൂളി ഉത്തരം പറയുന്നുണ്ടെങ്കിലും ഒന്നിലും മനസ്സുറക്കുന്നില്ല. ആകെ പിരിപോയ പോലെ. അർഷിക്ക് അവൾ കാണിച്ചു കൂട്ടുന്ന കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. കടിച്ചമർത്തി മാളുവിനെ നോക്കി കണ്ണടച്ച് കാണിച്ചു. ആദ്യം എഴുന്നേറ്റ് ഉമ്മ അടുക്കളയിൽ മറഞ്ഞപ്പോൾ കയ്യിൽ കരുതിയ ഉരുള അവൾക്ക് നേരെ നീട്ടുമ്പോൾ അവൾ പകച്ചുപോയി. പക്ഷേ ചിരിയോടെ തലയാട്ടി കാണിക്കുന്ന അവന് മുമ്പിൽ അവളുടെ ഹൃദയം ആർദ്രമായി. സ്വപ്നം പോലെ തോന്നിയ നിമിഷം എനിക്ക് ഇഷ്ടമാണെന്നേ ഓർത്തുള്ളൂ. എന്നെ ഇഷ്ടമാവുമോ എന്നോർക്കുമ്പോൾ ഹൃദയം പതറിപ്പോയിരുന്നു.
പക്ഷേ തന്നെക്കാൾ ഇഷ്ടം സൂക്ഷിച്ച് കാത്തിരിക്കുക എന്നറിഞ്ഞപ്പോൾ തോന്നിയ വികാരം അതിനെന്ത് പേരിട്ട് വിളിക്കണമെന്നറിയില്ല. ഒന്നറിയാം, അവനിലാണ് ജീവനും ജീവിതവും. മാളുവിന് അച്ഛനെ ഓർമ്മ വന്നു. ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സന്തോഷം ആദ്യം അറിയിക്കുക അച്ഛനെ തന്നെ ആയിരിക്കും. എവിടെയോ ഇരുന്ന് അച്ഛൻ അറിയുന്നുണ്ടാവുകയല്ല. സന്തോഷമായി കാണും അച്ഛനും. കാരണം എൻ്റെ അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്നെയാണ് അർഷിയേട്ടൻ. അതിന് ജാതിയുടെ പേരിൽ വെറുക്കാൻ മാത്രം വിവരദോഷിയല്ലല്ലോ എൻ്റെ അച്ഛൻ. ഓരോന്നോർത്ത് വെറുതെ പുറത്തു നോക്കിയിരുന്നു. വൈകുന്നേരം അർഷിയേട്ടന് സ്വീകരണമുണ്ട്. അവൻ പഠിച്ച സ്കൂളിൽ അങ്ങോട്ട് പോകാമെന്ന് കാർത്തിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം പഠിച്ച സ്കൂൾ തന്നെയാണത്. താനും 2-3 വർഷം അവിടെ പഠിച്ചിട്ടുണ്ടല്ലോ. അച്ഛനൊപ്പം പോകും മുന്നേ. ഏതോ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ മാളു പതിയെ എഴുന്നേറ്റു. കാർത്തിയേട്ടനാവും. അതോർത്താണ് അവൾ താഴേക്ക് ചെന്ന്. പക്ഷേ കൺമുമ്പിൽ സ്വന്തം അമ്മയെ കണ്ടപ്പോൾ ശരീരം മൊത്തം വിറയിൽ ബാധിച്ച ഞെട്ടലോട് അവൾ അറിഞ്ഞു. ഗിരിജയുടെ കണ്ണിലും ദേഷ്യം തന്നെയാണ്. ആരോടും മിണ്ടാതെ ഓടിപ്പോരുമ്പോൾ നീ കരുതിയോ എനിക്കിങ്ങോട്ട് വഴിയറിയില്ലാന്ന്? പരിഹാസം പോലെ അമ്മ ചോദിച്ചു. കയറി വാമ്മേ. അവൾ ചെന്ന് കൈ പിടിച്ചു. തുടരുത് നീ എന്നെ. ഞാൻ നിന്റെ ആരാ? ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നോട് പറയാൻ നീ ഇങ്ങനെ ഓടിപ്പോരായിരുന്നു മാളു. അപ്പൊ എന്താ നീ എനിക്ക് നൽകിയ വില? വലിയ ശബ്ദത്തിൽ ഗിരിജ ചോദിച്ചു. ശബ്ദം കേട്ടാവും അകത്തുനിന്ന് ഓരോരുത്തരും ഇറങ്ങി വന്നിരുന്നു. എന്തിനാ അമ്മ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? അതൊക്കെ പറയാലോ. സങ്കടമായിരുന്നു അവളിൽ. നിനക്കറിയില്ല, പ്രായം കഴിഞ്ഞ പെണ്ണാ നീ. പെട്ടെന്ന് നിന്നെ കാണാൻ ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് നിനക്കറിയോ? എവിടെ പോയെന്ന് അറിയാൻ ഞാൻ. ഇത്രയും അഹങ്കാരികളാവരുത് പെൺകുട്ടികൾ. ഇതല്പം കൂടുതലാ. കിതപ്പോടെ അമ്മ പറയുമ്പോൾ മാള് മുഖം താഴ്ത്തി. അമ്മയ്ക്ക് അമ്മയുടെ ടെൻഷനാണ് വലുത്. അതിനേക്കാൾ ഹൃദയം നൊന്നുകൊണ്ട് ഓടിപ്പോന്നാണ് താനും. അത് അമ്മയ്ക്ക് അറിയില്ല. അവളിലൊരു വരണ്ട ചിരിയുണ്ടായിരുന്നു. നീ അകത്തേക്ക് കയറി വാങ്ങിയിരിച്ച അച്ഛമ്മ ഗൗരവത്തോടെ പറഞ്ഞു. എല്ലാവർക്കും നല്ല സങ്കടം തോന്നുന്നുണ്ട് അവളുടെ മുഖം കണ്ടിട്ട്. രാധേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ മറ്റൊരു ബന്ധം തേടി പോയിട്ടില്ല ഞാൻ. ഇതിപ്പോൾ ഞാനൊരു ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ ഇവളെന്തിനാ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നേ? രവി എൻ്റെ സെലക്ഷനാണ്, ഞാനല്ലേ ജീവിക്കുന്നത്. അതിന് ഇവൾക്ക് എന്താ പ്രോബ്ലം? ചായ കുടിക്കാൻ വേണ്ടി ടേബിളിൽ ഇരുന്നപ്പോൾ ഗിരിജ വീണ്ടും പറഞ്ഞു. അവള് പ്രായം തികഞ്ഞ പെണ്ണാന്ന് കുറച്ചു മുന്നേ നീ തന്നെ പറഞ്ഞല്ലോ ഗിരിജെ. അപ്പൊ നീ പുതിയൊരു ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഓർക്കണം നിനക്കൊരു മകളുണ്ടെന്ന്. അച്ഛമ്മ ഉറപ്പോടെ പറയുമ്പോൾ ചുമരിൽ ചാരി പുറത്തു നോക്കിയെന്നു മാളു. ഗൗരി ചെറിയമ്മ അവളുടെ തോളിൽ പിടിച്ചിട്ടുണ്ട്. കുറച്ചു മാറി കീർത്തി അവളെ നോക്കി നിൽക്കുന്നുണ്ട്. ഗിരിജയുടെ തൊട്ടുമാറി മോഹൻ ചെറിയച്ഛനും കാർത്തിയേട്ടനും നിൽക്കുന്നു. ഒക്കെ ഇവളുടെ തോന്നല. രവി കൊള്ളിലെന്നുള്ള ചീപ്പ് പ്രതികാരം. ഇവൾക്ക് ഞാൻ മറ്റൊരു ജീവൻ തരുന്ന ഇഷ്ടമല്ല, വെറും അസൂയ. അതിനുവേണ്ടി എൻ്റെ ജീവിതം വെറുതെ എനിക്ക് വയ്യ. ചെറുകൾക്ക് കനം വയ്ക്കുമ്പോൾ ഇവിടെ ഏട്ടനും അവരുടെ ജീവിതം തേടി പാറിപ്പോവും. അന്ന് ഞാൻ ഒറ്റയ്ക്കാവും. അന്ന് വേദനിച്ചിട്ട് എന്താ കാര്യം? ദേഷ്യം പോണ്ട മുഖത്തോടെ പറയുന്ന അമ്മയെ മാളു വേദനയോടെ നോക്കി. അല്ലെങ്കിൽ തന്നെ രവിക്ക് എന്താ ഒരു കുഴപ്പം? ആളുകൾക്ക് എന്താ പറഞ്ഞുണ്ടാക്കാൻ മേലാത്ത്? അങ്ങനെയുള്ളൊരു തെറ്റിദ്ധാരണ മാത്രം. രവീസ് ഇന്നസെന്റ്, എനിക്കറിയാതെ. ഇനി അല്ലെങ്കിൽ പോലും ഞാനല്ലേ അയാളുടെ കൂടെ ജീവിക്കേണ്ടത്. അതിന് ഇവൾക്കെന്താ? വെറുതെ കുഴപ്പമുണ്ടാക്കി എന്നെ മെന്റലി തളർത്ത ഇവള് പണ്ടേ മേടിക്കുക. ആദ്യം ഇവൾക്ക് ഇവളുടെ അച്ഛനായിരുന്നു ഇതുപോലുള്ള വാശിയെ കൂട്ട്. എന്നെ കൂടി ഇവിടെ വാശിക്ക് വേണ്ടി പറഞ്ഞു നിർത്തിയ രാധാകൃഷ്ണൻ ഇന്നില്ല. അതുകൊണ്ട് അതിനി നടക്കില്ല. ഗിരിജ കലിയോടെ വിളിച്ചു പറയുമ്പോൾ എല്ലാവരും മാളുവിനെ നോക്കി. വെറുതെ കുട്ടിയെക്കുറിച്ച് ഇല്ലാത്ത പറയരുതേ എടുത്തി. മോഹൻ ശബ്ദമുയർത്തി. ഇല്ലാത്ത പറഞ്ഞെടുക്കുന്നത് ഞാനല്ല, ഇവളാ. നല്ല മുഴുത്ത അസൂയ ഇവൾക്ക്. എനിക്കൊരു നല്ല ജീവിതം കിട്ടുന്നില്ല. ഭർത്താവ് ജീവിച്ചിരിക്കാൻ അന്യപുരുഷനെ തേടി പോയിട്ടില്ല ഞാൻ. രാധേട്ടൻ മരിച്ചു, അതൊരു സത്യ. എനിക്ക് ഇനിയും ജീവിതം ബാക്കിയില്ലേ? അത് പങ്കിടാൻ ഞാൻ ഒരാൾ സ്വീകരിക്കും. അതിലെവിടെയാ തെറ്റ്? ഒന്ന് പറഞ്ഞാ നിങ്ങൾ ആരെങ്കിലും. ഗിരിജ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ട്. ആദ്യം തന്നെ അവർക്ക് ഇച്ചിരി ദേഷ്യം കൂടുതലാണ്. അത് ഈയിടെയായിട്ട് വളരെ വളരെ കൂടുതലുമാണ്. വലിയമ്മ കാര്യറിയാതെ സംസാരിച്ച് വഷളാക്കരുത്. ഇങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ, കാർത്തി പറഞ്ഞു. കാര്യം എങ്ങനെയാണെന്ന് അറിയാത്ത നിങ്ങൾക്കാ കാർത്തി. ഇവള് പറഞ്ഞത് നിങ്ങൾക്കൊക്കെ അറിയും. ഇവളെ കാണാനില്ലെന്ന് കേട്ടപ്പോൾ രവിയുടെ ടെൻഷൻ ഞാൻ നേരിട്ട് കണ്ടിരുന്നു. എന്നെ ആശ്വസിപ്പിക്കാൻ അന്നേരം ആ മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മനുഷ്യൻ കൊള്ളാത്തവനെന്നാ ഇവള് പറയുന്നത്. ഇവളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് പോലും. പക്ഷേ രവിയെക്കുറിച്ച് ഞാൻ ശരിക്കും അന്വേഷിച്ചു. അതിനുശേഷം അങ്ങനെ ഒരു തീരുമാനം എടുത്ത്. അത് ഒളിച്ചുകൊണ്ട് പോയില്ല, ഇവളോട് പറഞ്ഞു. അന്നേരത്തെ ഇവളുടെ ദേഷ്യം ഞാൻ കണക്കാക്കിയില്ല. സാരല്ല, കുട്ടികളെന്ന് രവിയും പറഞ്ഞു. പക്ഷെ ഇവളുണ്ടല്ലോ, ഇവള് പഠിച്ച കള്ളിയാ. ഒന്ന് നിർത്തുന്നുണ്ടോ അമ്മേ? അലറും പോലെ മാളു ചോദിച്ചു. എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.